ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയെ പറ്റിച്ച് പറഞ്ഞയച്ചതിൻ്റെ ആ ഒരു ഇതിലിരിക്കുമായിരുന്നു നമ്മുടെ സച്ചിൻ. ആ സമയത്താണ് സരസ്വതിയമ്മ വിളിച്ചതും സരസ്വതിയമ്മ വിളിച്ചിട്ട് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് സച്ചിനോട് സംസാരിക്കുന്നതും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി വരാൻ പോകുന്നത് അത്ര എളുപ്പമായ കാര്യമായിരിക്കില്ലെന്ന് മനസ്സിലാക്കി സച്ചിൻ നേരെ ശീതളിൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്ത് ചെന്നിട്ട് സ്വരമോളെ കൊണ്ടുപോയി വീട്ടിലാക്കാം, നീ ഇവിടെ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർബന്ധിക്കുക. അപ്പോൾ ശീതൾ പറഞ്ഞു, ഇല്ല, ഞാനതിന് സമ്മതിക്കത്തില്ല, ഞാനും ഇവിടെ നിന്ന് പോകും, ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ശീതളിൻ്റെ ആ വാക്കൊന്നും കേൾക്കാനായിട്ട് സച്ചിൻ തയ്യാറായില്ല. കാരണം സച്ചിന് ശീതളില്ലാതെ പറ്റില്ലെന്നാണ് സച്ചിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഭാര്യ ഇവിടെ നിർത്തും എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് നമ്മുടെ സച്ചിനും. അപ്പം ഇതൊക്കെ കണ്ടിട്ട് സ്വരമോളാകെ പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുക. കാരണം കൊച്ചിന് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇത്രയും നേരം ചിരിയും കളിയുമൊക്കെ ആയിട്ടിരുന്ന അങ്കിളിനെ അല്ല ആ കൊച്ചിപ്പോൾ കാണുന്നത്. അതിൻ്റെതായ പേടി ആ കുഞ്ഞ് മനസ്സിലേക്ക് വരികയും ചെയ്തു. അങ്ങനത്തെ നമ്മുടെ സ്വരമോളാകെ പേടിച്ച് നിൽക്കുക. അപ്പൊ ഇല്ല സച്ചിൻ, ഞാനിവിടെ നിൽക്കില്ല, എനിക്ക് മോളോടൊപ്പം ശ്രീനിലത്തിലേക്ക് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെന്നുണ്ടെങ്കിലും, നിന്നോടല്ലേടി പറഞ്ഞത്, നിന്നോടെന്താ കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ, നീ എന്താ മനസ്സിലാക്കാത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ സച്ചിൻ ശീതളിനെ പിടിച്ചൊരു തള്ളും തള്ളിയേച്ച് അപ്പൊ ശീതള എന്ന് കട്ടിലേക്ക് വീണു. നീ ഇനി ഇവിടെ എൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്നും പറഞ്ഞൊരു പോക്കും കൂടെ അങ്ങ് പോയി. പോകുമ്പോൾ വാതിലടച്ചു പഴയതുപോലെ തന്നെ കുറ്റിയിട്ടിട്ട് ആശാൻ ഇറങ്ങി പോകുന്നത്. അങ്ങനെ ആശാൻ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോഴേക്ക് സ്വരമോൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പം ആൻറ്റി, എന്താ ആൻറ്റി ഇത്, അങ്കിൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ടത്, ആൻറ്റി അങ്കിളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കൊച്ചിങ്ങനെ ഡൗട്ട് തീർക്കാൻ ശ്രമിക്കാം. അപ്പോഴേക്കും മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ശീതൾ ഇങ്ങനെ കൊച്ചിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ പോകും ആൻറ്റി, അങ്കിള് നമ്മളിവിടെ പൂട്ടിയിട്ടിരിക്കുകയല്ലേ, നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊച്ചു ചോദിക്കുന്നുമുണ്ട്. അപ്പം മോള് വിഷമിക്കണ്ടെന്നും പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കലാണ് നമ്മുടെ ശീതള്. അത് കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി സച്ചിനാണെങ്കിൽ ഒരുമാതിരി മുഴുഭ്രാന്തനെ പോലെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുവാട്ടോ. ഈ സമയത്താണെങ്കിൽ അനന്യ വീട്ടിലിരുന്ന് ടെൻഷൻ അടിച്ചിങ്ങനെ അനിരുദ്ധിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. എന്തിയേ, നമ്മൾ വരുമ്പോഴേക്കും അവർ വീട്ടിലേക്ക് എത്തിക്കോളാമെന്നല്ലേ പറഞ്ഞു തന്നിട്ട് അവരെന്താ വരാത്തത്, എന്തി എൻ്റെ മോൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ അവർ വരുമെന്നല്ലേ പറഞ്ഞത്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, അവർ വരും, നീ ചുമ്മാ ഇങ്ങനെ കിടന്ന വെപ്രാളം കൂട്ടല്ലേ അനന്യെന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധ്. ഈ സമയത്താണെങ്കിൽ സരസ്വതിയമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാം ഒന്നോ കലങ്ങി തെളിഞ്ഞു എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇരിക്കുക. കാരണം സച്ചിനെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു, അതിനനുസരിച്ച് സച്ചിൻ അവിടെ ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരെയും തുറന്നു വിട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങോട്ട് ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയല്ല സരസ്വതിയമ്മ. എന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം റെഡിയായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സരസ്വതിയമ്മ എന്ത് ചെയ്തു, നേരെ ചെന്നിട്ട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുന്നത്, ശീതള് നിന്റെ കൊച്ചിനെ കൊണ്ടുപോയി തിന്നത്തൊന്നുമില്ലല്ലോ, ആ കൊച്ചിനെയും കൊണ്ട് അവളിങ്ങ് വരും, നീ അതിന് ഇതുപോലെ കിടന്ന് വെപ്രാളം കൂട്ടേണ്ട കാര്യം എന്താ, ഒന്നുമില്ലെങ്കിലും സ്വരമോളുടെ അപ്പച്ചിയല്ലേ അവള്, പിന്നെന്തിനാ നീ എന്തിനാ ആ കൊച്ചിനോട് അങ്ങനെ പറയുന്നേ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മയോട് ഭയങ്കര ദേഷ്യം അനന്യക്ക് വരുവാണ്. അനന്യ അന്നേരവും അനിരുദ്ധനോടാണ് ചോദിക്കുന്നത്, കൊച്ചെവിടെയെന്ന്. അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സംസാരത്തിനൊടുവിൽ കാര്യങ്ങൾ ഏകദേശമൊക്കെ റെഡി ആകും എന്നുള്ള പ്രതീക്ഷയല്ല സരസ്വതിയമ്മ അന്നേരവും നിൽക്കുന്നത്. സച്ചിനാണെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും മുറിക്കകത്തിട്ട് പൂട്ടി, കൊച്ചാണെങ്കിൽ വാതിൽ കൊട്ടി വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടെൻഷനോട് കൂടി ചെന്ന് വാതിൽ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ SI ആണ് നിൽക്കുന്നത്. SIയുടെ തൊട്ടടുത്ത് നമ്മുടെ സുമിത്ര നിൽപ്പുണ്ട്. അപ്പൊ പോലീസുകാരും സുമിത്രയും അതുപോലെ തന്നെ നമ്മുടെ പൂജയും പിന്നെ പങ്കജും എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ പോലീസിനെ കണ്ടപ്പോഴേക്കും നമ്മുടെ സച്ചിനൊന്ന് പേടിച്ചു. എന്താ ആൻറ്റി ഇത്, ആൻറ്റി എന്താ ചെയ്യണേ, എന്തിനാ പോലീസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നത്, അവരിങ്ങോട്ട് വന്നിട്ടില്ലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചിൻ ഇങ്ങനെ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. അപ്പോഴേക്കും പോലീസുകാർ ഇവനോട് ചോദിച്ചു, എവിടെടാ ശീതളും കുട്ടി എവിടെടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുമിത്ര ഈ സച്ചിന്റെ കൈയും തട്ടി തെറുപ്പിച്ച് അകത്തേക്ക് കയറി, എൻ്റെ മോളും കൊച്ചുമോളും ഇവിടെ തന്നെയുണ്ട് സാർ വീട് പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞു. അയ്യോ ആൻറ്റി, ഇവിടെ അവർ വന്നില്ല ആൻറ്റി വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ആൻറ്റി, അങ്ങനെ ചെയ്യരുത് ആൻറ്റി, ഇങ്ങനെ ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ ഭയങ്കര ആ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു. ഈ സമയത്താണ് സച്ചിന്റെ കഷ്ടകാലം എന്ന് പറയാലോ, മുകളിലത്തെ നിലയിൽ നിന്ന് നമ്മുടെ ശീതൾ വാതിൽ കൊട്ടി സച്ചിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ സച്ചിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി ഇവൻ കള്ളം പറഞ്ഞതാണെന്നും അവർ മുകളിലുണ്ടെന്നും. അപ്പൊ സാർ എൻ്റെ മോൾ ഇവിടെയുണ്ട്, ഇവൻ എൻ്റെ മോളെ പൂട്ടിയിട്ടിരിക്കുക സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഇരച്ച് കയറി മേളിലോട്ട് ചെല്ലുന്നു. അങ്ങനെ അവരെ തുറക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. കീ എടുക്കാൻ പറഞ്ഞു സച്ചിനോട്. സച്ചിൻ നേരത്തേക്ക് എടുക്കുന്നില്ല, നിന്നോടാ കീ എടുക്കാൻ പറഞ്ഞതെന്നും പറഞ്ഞ് സച്ചിനെ കൊണ്ട് കീ എടുപ്പിക്കുന്നു. സച്ചിൻ കീ എടുത്ത് കൊടുത്തു. ഇത് തുറന്നപ്പോൾ എന്താ
സ്വരയും അതുപോലെ ശീതളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അച്ഛമ്മയെന്ന് വിളിച്ചുകൊണ്ട് കൊച്ച് ഓടി വന്ന് സുമിത്രയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുക. പേടിച്ചു പോയി കൊച്ച്. അപ്പോഴേക്കും ഇതാണോടാ ഇവിടെ ഇല്ലെന്ന് നീ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് സാറൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ സച്ചിൻ അങ്ങോട്ട് വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുവാണ്. സാർ ഇതെൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞു. ഭാര്യയാണെന്ന് പറഞ്ഞ് പൂട്ടിയിടിക്കുകയാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്കിള് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അങ്കിള് പെട്ടെന്ന് ആൻറ്റിയോട് ദേഷ്യപ്പെട്ടു, ഇവിടെ വഴക്കുണ്ടായി, ഞങ്ങളെ പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വരമോൾ ഇങ്ങനെ പറയാം. അപ്പോൾ പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ പറയുന്നത്. സ്വരയാണെങ്കിൽ A to Z കാര്യങ്ങളെല്ലാം പറഞ്ഞു. സ്വര പറഞ്ഞത് മുഴുവനും സച്ചിൻ ചെയ്ത അതേ കാര്യങ്ങളാണ്. അപ്പോൾ സച്ചിൻ എന്തോ മാനസിക നില തെറ്റിയെന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പം അങ്ങനെയും കൂടെ കാണിച്ചു കഴിയുമ്പോൾ സച്ചിനെ പോലീസുകാർ പിടിക്കില്ല എന്നുള്ളൊരു ധാരണ സച്ചിൻ ഉള്ളത് കൊണ്ട് സച്ചിനാണെങ്കിൽ മനോരോഗമുള്ളവർ കാണിക്കുന്നത് പോലെയൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നു. അപ്പോൾ എന്തായാലും മോള് അമ്മയുടെ കൈകളിലേക്ക് എത്തിയല്ലോ. അപ്പോൾ അതിൻ്റെതായ സന്തോഷവും സമാധാനവും സുമിത്രയ്ക്ക് ഉണ്ടായി. അപ്പോൾ സുമിത്ര എന്നെ കണ്ടില്ല സാർ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശീതളിനോട് എന്താ സംഭവിച്ചതെന്നൊക്കെ ഇവർ ചോദിക്കുക. പിന്നെ ഇവരുമായിട്ട് താഴേക്ക് പോകുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് സാർ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചിനെ ഇങ്ങനെ പൂട്ടിയിടാനുള്ള ഒരു, അല്ലെങ്കിൽ സച്ചിനെ പോലീസ് പിടിക്കാതിരിക്കാനും ശീതളിന് നോക്കണം. ശീതൾ മൊത്തത്തിൽ അമ്മയെയും വെറുപ്പിക്കരുത്, ഭർത്താവിനെയും ജയിലിൽ ഇടിയിപ്പിക്കരുത്, അങ്ങനെയൊക്കെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. അപ്പോൾ കൊച്ചു പറഞ്ഞല്ലോ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അതിൽ വാസ്തവം ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് ഏകദേശമൊക്കെ ഉറപ്പായി. ഈ സമയം എന്തായാലും നമ്മുടെ സുമിത്ര അതിസാഹസികമായി ശ്രമിച്ചതുകൊണ്ട് നമ്മുടെ ശീതളിനെയും അതുപോലെ സ്വരമോളെയും ഒരാപത്തും കൂടാതെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റി. എന്തായാലും ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞു. സച്ചിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പരാതിയൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ നമ്മുടെ ശീതള് പറഞ്ഞു. അപ്പോൾ ശീതള് പറഞ്ഞ സമയത്ത് സുമിത്രയും സാറിനോട് പറയുവാണ്, സാർ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, എൻ്റെ മോളെ കണ്ടു കിട്ടിയല്ലോ, ഇനി ഇതിൻ്റെ പിറകെ ഒരു ഇതിന് പോവണ്ടാന്ന്. അപ്പം നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പോലീസുകാർ ചോദിച്ചപ്പം എൻ്റെ മോളെ കണ്ടു കിട്ടിയതിലും അത് മാത്രം മതി എന്നുള്ള രീതിയിൽ സുമിത്ര പറയാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല, പിന്നെ ഞങ്ങൾക്കാണ് ആവശ്യമെന്ന് ചോദിച്ചുകൊണ്ട് പോലീസുകാർ അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജിനോടും അതുപോലെ പൂജയോടും ഒക്കെ നമ്മുടെ സുമിത്ര ഇങ്ങനെ നന്ദി പറയാം. പ്രത്യേകിച്ച് പങ്കജിനോട് പൂജ നന്ദി പറഞ്ഞു. കാരണം പോലീസുകാരെ വിളിക്കാം, അല്ലാതെ നമുക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പങ്കജാണ്. അതുകൊണ്ട് തന്നെ പങ്കജ പറഞ്ഞതുകൊണ്ട് മകൾ തിരിച്ചു കിട്ടി, കൊച്ചുമോളെയും തിരിച്ചു കിട്ടി. അപ്പോൾ പൂജ പങ്കജിനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും അടുത്ത് നിന്ന് പങ്കജിനോട് നന്ദി പറയാം. എന്തായാലും തലനാരിഴയ്ക്കാണ് ഈ പറയുന്ന സച്ചിൻ്റെ ആ ഒരു മനോരോഗത്തിൽ നിന്നും നമ്മുടെ സുമിത്ര ശീതളിനെയും അതുപോലെ സ്വരമോളെയും രക്ഷിച്ചെടുത്തത് വളരെ സാഹസികമായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും ബൈ ബൈ.